മൈൻഡ് ഉള്ളവരാണ് സജിന ഉൾപ്പെടെ. സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നെ ഇപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്ന് എന്നെ ഇതെല്ലാം പറയാൻ കാരണമാക്കിയത്. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാം. ഫിറോസിനെതിരെ എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാം. ഫിറോസിനെതിരെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് ഈ പ്രകടനമാണ്. നിങ്ങളുടെ കുബുദ്ധി കാരണം എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാർക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് ആണല്ലോ പറയണ്ട, പറഞ്ഞ് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമസ്കാരം. 10 വർഷം നീണ്ടു നിൽക്കും. ഹായ് ഗൈസ്, നിങ്ങൾ ഈ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. അതായത് ഇതിന്റെ ഫുൾ ഓഡിയോ കേൾക്കണം. എൻ്റെ പൊന്നോ, ഇത് ഫിറോസ് ഖാന്റെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്ന ഒരു വീഡിയോസ് ആണ്. ഇതിന്റെ 1-2 ആയിട്ടൊക്കെയാണ് പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇത് അപ്ലോഡ് ചെയ്തേക്കുന്നത്. പക്ഷെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതായത് സജ്ന നൂറിനെ കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ. കാരണം അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊന്നും കെട്ടിച്ചമച്ച കഥകളല്ല എന്നുള്ള കാര്യം. ഞാൻ എന്തായാലും ആദ്യം ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. അതിനെന്തായാലും മനസ്സറിഞ്ഞുകൊണ്ട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഒരു സ്ത്രീ ഇത്രയും അധംപതിക്കുന്നു. ശരിക്കും എന്താ പറയണം, നമുക്കത് ഒന്നാമത്തെ കാര്യം ഇത്രയും ഓഡിയോ ഉണ്ട്, ഓഡിയോ ക്ലിപ്സ് അടക്കമാണ്. അദ്ദേഹം എല്ലാ തെളിവുകളും അടക്കമാണ് അദ്ദേഹം ഓഡിയോ ക്ലിപ്സ് ഇട്ടേക്കുന്നത്. അപ്പൊ നമുക്കിതൊന്നും വിശ്വസിക്കാതിരിക്കാൻ സാധിക്കില്ല. ഞാൻ വിചാരിക്കുന്നത് ഒരു സ്ത്രീ ഇത്രയും അധംപതിക്കോ? അവിഹിതം എന്ന് പറഞ്ഞാലല്ലേ, എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിലൊരു അവിഹിതം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെയെങ്കിലും പറയും. ഇത് വർഷത്തിലൊന്നല്ല, ഇത് മാസം 1-2 മാസം കൂടുമ്പോൾ ഓരോ അവിഹിതങ്ങളാ. ഈ സജ്നാനൂറിന്റെ കാര്യം ഈ പറയണത്. എൻ്റെ അമ്മേ, ഒന്നും പറയാനില്ല. ഞാനിങ്ങനെ ആലോചിക്കണാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തേക്കല്ലോ, മറ്റേ നമ്മുടെ സുരേഷിന്റെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. സുരേഷിന്റെയും ഹസീന ബീവിയുടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഹസീന ബീവി ഇതുപോലെ 2-3 ആണുങ്ങളുടെ കൂടെ ഇറങ്ങി പോയിട്ടുള്ളവരാ. എന്നിട്ട് അതിന് ലാസ്റ്റത്തെ ആളായിരുന്നു ഇയാളുടെ കൂടെ ഇറങ്ങി പോകാൻ വേണ്ടി പോയപ്പോഴാണ് സുരേഷ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം വിട്ട് കൊന്നത്. സുരേഷ് അദ്ദേഹത്തിന് നിയന്ത്രണം വിട്ട് ആ കടുങ്കൈ ചെയ്തത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ, നിങ്ങൾ ഈ ആണുങ്ങള് ഇത് കേൾക്കണം. എത്ര വലിയ പ്രേമമാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ മക്കളുണ്ടെന്ന് പറഞ്ഞാലും, ഇതുപോലെ നാറിയ സ്വഭാവം കാണിക്കുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അതുങ്ങളങ്ങ് വിട്ട് കളഞ്ഞേക്കണം. ഇവിടെമാരൊന്നും ഒരു നടക്കൊന്നും നിൽക്കില്ല. ഇതിങ്ങനെ കോലക്കേറി അങ്ങനെ അങ്ങ് പോകും. എന്തൊരു മാനക്കേടാണ്, എന്തൊരു മാനക്കേട്. നമുക്ക് നമ്മുടെ ശരീരത്തിനോടൊരു റെസ്പെക്റ്റ് വേണ്ടേ? നമ്മൾ കൊടുക്കേണ്ടത് സെൽഫ് റെസ്പെക്റ്റാ. ഈ ഇതിൽ പറയുന്ന സ്ത്രീകൾക്കാണ് അതൊന്നുമില്ല. നമ്മൾ ആദ്യം സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കേണ്ടത്, എൻ്റെ ഒരു ഇതെന്ന് പറയാൻ നേരത്ത് നമ്മൾ ആദ്യം നമ്മുടെ ബോഡിക്കാണ് നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കേണ്ടത്. നമ്മൾ കാണാൻ എങ്ങനെ ഇരിക്കുന്നു എന്നതിലല്ല, പക്ഷെ നമ്മുടെ ശരീരത്തെ നമ്മൾ അത്രയും പവിത്രതയോടെ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ ശരീരത്തിനെ ഇങ്ങനെ കിടന്നങ്ങ് വിൽക്കുന്ന ഒരു പരിപാടി എന്നൊക്കെ പറയുന്ന അത് വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. അപ്പൊ നിങ്ങൾ വിചാരിക്കുമായിരിക്കും നമ്മുടെ അങ്ങനെ വിറ്റ് ജീവിക്കുന്നവരൊന്നും, അവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഇത് എല്ലാം ഉണ്ടായിട്ട് പോലും ഇങ്ങനെയുള്ള ഓരോ കൂതറ കാര്യങ്ങളും കാണിക്കാൻ നേരത്താണ് നമുക്ക് ഇവരോടൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു അറപ്പ് പറയുന്നത്. നമുക്ക് പല വേർഡ്സും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ ഇതിനകത്ത് നമുക്കത് അലോ ചെയ്യുന്നില്ല. കാരണം ഇത് പബ്ലിക് കാണുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്കത് അലോ ചെയ്യുന്നില്ല. എന്നാലും കുറച്ചെങ്കിലും പറയണമെന്ന് ഉള്ളത് കൊണ്ട് മാത്രം ഇത്ര ചുരുക്കത്തിന് ഞാൻ പറയണം. അല്ലെങ്കിൽ എൻ്റെ വേർഡ്സ് ഒന്നും ഇതിലൊന്നും നിൽക്കില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പറയും. കഴിഞ്ഞ ദിവസം കണ്ടതാണ്, സജ്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത്. അതായത് എന്തായിരുന്നു ആ വീഡിയോ? റസൂൽ പൂക്കുറ്റിയുടെ ഒരു ഫോട്ടോ, റസൂൽ പൂക്കുറ്റിയും ഈ സജ്നയായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. എന്നിട്ട് 9 വീക്സ് പ്രഗ്നന്റ് ആണെന്നുള്ളൊരു ഫോട്ടോ. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരി കുറച്ചേരം ഇട്ടത്. അപ്പൊ തന്നെ പുള്ളിക്കാരി അത് റിമൂവ് ചെയ്തു. പക്ഷെ യൂട്യൂബേഴ്സ് അതപ്പോ തന്നെ എടുത്തു വെച്ചിട്ട് അങ്ങ് ആ പുള്ളിക്കാരനെ ഒളിച്ചടക്കിയൊക്കെ കൊടുക്കത്തില്ലേ, അങ്ങനെ അങ്ങ് ഇതാക്കി എടുത്തു. ആ കള്ളത്തരം പൊളിഞ്ഞു. ഇന്നിപ്പോ ഇവര് പോയിട്ട് അതായത് ഈ പറയുന്ന സജന പോയിട്ട് മുഖ്യമന്ത്രി സതീഷ് സാറിന്റെ കൂടെ പോയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ എന്തോ പരാതി കൊടുക്കാൻ പോയി എന്നുള്ള രീതിയിൽ. ആർക്കെതിരെ? യൂട്യൂബേഴ്സിനെതിരെയാണോ? യൂട്യൂബേഴ്സിനെതിരെ പരാതി കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്നത്
യാഥാർത്ഥ്യമായ കാര്യമാണെന്ന് വിചാരിച്ചിട്ട് വേണം നിങ്ങൾ ഇതുപോലെ ഓരോന്നും കൊണ്ടേ കാണിച്ചു കൂട്ടാനായിട്ട്. എന്തായാലും നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. ഇപ്പോൾ സജനയുടെ മുൻ ഭർത്താവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സജനയുടെ ഇപ്പോഴും ഭർത്താവ് തന്നെയാണ്. സജന കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് ഫോൾസ് ഇൻഫർമേഷൻ നമുക്കിടയിൽ കൊണ്ട് പരത്തിയിരുന്നുണ്ട്. പക്ഷെ നമ്മൾ അതൊക്കെ എടുത്തു വെച്ച്, ഞാനടക്കം അതൊക്കെ എടുത്തു വെച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ആദ്യം ആ ഫോൾസ് ഇൻഫർമേഷനൊക്കെ അതൊന്ന് തുരത്തി കാട്ടിക്കളയണമെന്നുണ്ട്. കാരണം വെച്ചാൽ ഒരാളെ കുറിച്ച് അത്രയും മോശമായിട്ട് അവരെ ഒന്ന് പറഞ്ഞപ്പോൾ ഞാനൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ തിരുത്തണമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പൊ ഫിറോസ് ഖാന്റെ ചാനലിൽ ഇതിന്റെ വ്യക്തമായ വീഡിയോ കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ വീഡിയോ പോയി കാണാം. പക്ഷെ അതൊരു 2-2.5 മണിക്കൂറോളം ഉണ്ട് ആ വീഡിയോസ്. അപ്പൊ അതനുസരിച്ച് ഇരുന്ന് കാണണം. കാരണം ഞാൻ തന്നെ ഒരുപാട് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. കാരണം വെച്ചാൽ നമുക്ക് വേറെ ഒന്നുമല്ല, മുഴുവൻ എന്താ പറയാ, ബാഡ് എന്ന് പറഞ്ഞാൽ ബാഡ്, അത്രയും ബാഡായ കാര്യങ്ങളൊക്കെയാണ് പറയണത്. എന്ന് വെച്ചാൽ തെളിവുകൾ അടക്കമാണ് ഫിറോസ് ഖാൻ എല്ലാം പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും നമുക്കത് കാണാതിരിക്കാനും പറ്റത്തില്ല, കേൾക്കാതിരിക്കാനും പറ്റില്ല. അതേപോലത്തെ കറക്റ്റ് ആയിട്ടുള്ള എവിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫിറോസ് ഖാൻ മുമ്പിൽ എന്ന് പറയണത്. ആദ്യം അദ്ദേഹം പറയുന്ന ആ വീഡിയോയുടെ, അതായത് ആ ഫോട്ടോയുടെയും വീഡിയോയുടെയും കാര്യങ്ങളൊക്കെയാണ് എന്ന് പറയണത്. സംഭവം ഇങ്ങനെയാണ്, എന്താണ്, റിമൂവ് ആക്കി, പക്ഷെ അത് യൂട്യൂബേഴ്സ് എടുത്ത് വലിച്ചു കീറി സജനേനെ പുറത്തിട്ടു എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് അദ്ദേഹം വന്ന് കാണിക്കുന്നത് പ്രഗ്നൻസി റിപ്പോർട്ട്. അതായത് പ്രഗ്നൻസി, അതായത് ആരുടെ, സജനയുടെ പ്രഗ്നൻസി റിപ്പോർട്ട്. അത് HCG ഹോർമോൺ ലെവൽ ഉണ്ടല്ലോ. HCG ഹോർമോൺ ലെവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പ്രഗ്നൻസി ആവുന്ന നേരത്ത് ഈ HCG ഹോർമോണിന്റെ ലെവൽ ഹയർ ആവും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പ്രഗ്നൻസി കൺഫർമേഷൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഹോർമോണിന്റെ ലെവലിന്റെ റിസൾട്ട് വന്ന്, അതായത് സജനയുടെ ഗർഭിണി ആയി എന്നുള്ള സംഭവത്തിന് റിസൾട്ട് ഉണ്ടെന്ന് കാണിക്കണതാണ് ഇതിനകത്ത് കാണിക്കണത്. 2026 ഫെബ്രുവരിയിൽ 23-ാം തീയതിയിലെ ഡേറ്റ് ആണ് കാണിക്കണത്. എനിക്ക് തോന്നുന്നു വൈകുന്നേരം 5 മണിയായപ്പോഴത്തേനും കൊടുത്തതായിട്ടുള്ളൊരു ടൈമുമാണ് കാണിക്കണത്. അതായത് സജന ഇപ്പോൾ വിവാഹിത അല്ല, അതായത് സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുന്നത്. ആരുമായിട്ട്? ഫിറോസായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുകയാണ്. ഇപ്പോഴും ഫിറോസിന്റെ ഭാര്യയാണ് താനും, അല്ലെ? അപ്പം പക്ഷെ ഇപ്പോ ഈ കുറച്ച് നാൾ മുമ്പാണ് സജന പ്രഗ്നന്റ് ആയത്. എന്ത് പറയാനാ, പിന്നെ പ്രഗ്നന്റ് ആവണമെങ്കിൽ ഭർത്താവ് വേണം, അങ്ങനെയൊന്നും ഇല്ലല്ലോ. സജന എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ, അവർക്ക് 1, 2, 3 റിലേഷൻഷിപ്പ് അല്ല ഉണ്ടായിരിക്കണം. എനിക്ക് തോന്നുന്ന ഒരു 10-15 റിലേഷൻഷിപ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട് അവർക്ക്. അതേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും 2 മാസം അതായത് എനിക്ക് തോന്നുന്ന ഒരു 17-ാം മാസം. ഇനി അതിന് മുൻപേ ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. അതായത് ഫിറോസ് ഖാന്റെ ജീവിതത്തിലോട്ട് വന്നപ്പോൾ മുതലുള്ള കാര്യങ്ങളാണ് പറയണത്. 17-ാമത്തെ വയസ്സ് മുതൽ ഇവർക്ക് ഉണ്ടായ കാര്യങ്ങൾ. അതായത് 17-ാമത്തെ വയസ്സിലാണ് ഇവർ ആദ്യമായിട്ട് ഒരു അന്യമതസ്ഥക്കാരന്റെ കൂടെ ഒളിച്ചോടി പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഫിറോസ് ഖാനെ വിവാഹം കഴിക്കുന്നതും എല്ലാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിറോസ് ഖാന്റെ കൂടെ കൂടിയപ്പോൾ തന്നെ ഇവര് എത്ര ആണുങ്ങളുടെ കൂടെ ഇവര് പോയിട്ടുണ്ട്, അവരുമായിട്ട് ബെഡ് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഫിറോസ് ഇതിൽ കൂടെ പറയുന്നത്. കാരണം അദ്ദേഹം സത്യം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞതല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഗതികേട് കൊണ്ടുവന്ന് പറഞ്ഞു പോണതാ. അത്രയും പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യപ്പെടുന്നുണ്ട് ഈ സ്ത്രീ കാരണം. അപ്പൊ എന്തായാലും നമുക്ക് ആ ഓഡിയോ ക്ലിപ്സ് വഴി നമുക്കൊന്ന് കേട്ടു തുടങ്ങാം. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാം. തൽക്കാലം ഉണ്ടായിരിക്കുന്ന വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഞാൻ ഷാജിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് തൽക്കാലം കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ എന്താണെന്ന് കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഡൈവോഴ്സില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ശരി, അതെല്ലാം ചെയ്ത കുഴപ്പമില്ല. അതെല്ലാം ഞാൻ വലിയ പൈസ ഈ പറയുന്നത് ഇവരുടെ അതായത് സജനയുടെ ഉമ്മയായിട്ടുള്ള കോൺവെർസേഷൻ ആണ് ഈ സംസാരിക്കുന്നത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛനടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത്. ഇപ്പൊ പറയണത് ഇനി സജനയുടെ കോൺവെർസേഷൻ ആണ് പറയണത്. ഇവരുടെ ഫിറോസിന്റെ കയ്യിലൊക്കെ ഏറ്റവും വലിയ ആയുധമാണ് ഈ പ്രഗ്നന്റ്. 2 മാസം കഴിഞ്ഞപ്പോ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്.
അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മേടിച്ചും തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് തന്നെ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിനെ ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്. ഒരു പ്രാവശ്യം ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് ഇക്കാനൊക്കെ എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദ്യത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എന്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായോണ്ടല്ലോ കുഞ്ഞൊരു കുഞ്ഞുണ്ടായത്. ഞാൻ പറയുന്നില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ. ഞാൻ പറഞ്ഞോട്ടെ എന്ത് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എന്താ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് റസൂലിക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്കും പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് അല്ലല്ല ഇനിയിപ്പോ എനിക്ക് പറ്റത്തില്ല അമ്മ. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട് എല്ലാം. ഞാൻ വിളിച്ച് നമ്മളിന്ന് സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റിസോർട്ട് കുട്ടി ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് നേരത്തെ പറഞ്ഞു നിങ്ങള്. ഞാൻ സച്ചിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയും നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. ഷോക്ക്ഡോ? എന്ത് നിങ്ങൾ കുഞ്ഞു പോയോണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്ന കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്റ്റ്, കുഞ്ഞിനെ എത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂസിനായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാള് എന്റെ വീട്ടിൽ നിന്നാലും എന്റെ ഇവിടുന്ന് പറയുമ്പോഴായാലും നിങ്ങൾ എന്റെ വീട്ടുകാർക്ക് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്കുക, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക. വേണ്ട എങ്കില്ല ആദ്യം ഒന്നാം ബോട്ടായതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ശരി, പ്രൊട്ടക്ഷൻ എടുക്കണേ, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം. എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോ പോലും എനിക്കറിയാം ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്ന ഞാൻ. അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാ തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പൊ നമ്മള് കറക്റ്റ് നിങ്ങളെ ഇന്ന് പീഡിപ്പിച്ച് മേടിച്ച് ആ സാധനം നിങ്ങൾ കേട്ടോ പറഞ്ഞത്? അതായത് ആദ്യം ഒരു കുഞ്ഞുണ്ടായി, അതിനെ അബോർട്ട് ചെയ്തു, പിന്നെ രണ്ടാമതൊരു കുഞ്ഞുണ്ടായി, അതാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. കേൾക്കാം ബാക്കിയും കൂടി. എടുത്ത് ഞങ്ങളോട് ഇൻജെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മള് ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? ഇപ്പോൾ ഈ കേട്ടത് ഇതിൻ്റെ ഒരു കേട്ടല്ലോ. അതായത് ഇവര് ഒന്നാമത്തെ കുഞ്ഞിന്റെ അബോർഷനായി പോയ കാര്യം, പിന്നെ രണ്ടാമത്തേതിന്റെ കാര്യമൊക്കെയാണ് ഇവർ ഈ പറഞ്ഞ് വെക്കുന്നത്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറയണത്? സജനയും സജനയുടെ ഉമ്മയും പിന്നെ റസൂലും കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഇനി നമുക്ക് സജന നേരത്തെ വീഡിയോസിലൊക്കെ വന്ന് പറഞ്ഞിരുന്നു, അതായത് ഫിറോസ് ആദ്യത്തെ കല്യാണത്തിന്റെ കാര്യമൊക്കെ വന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിനൊക്കെ നമ്മളപ്പോൾ അതൊരു ക്ലാരിഫൈ നമ്മൾ കൊടുത്തില്ലായിരുന്നു. നമ്മൾ ഇവര് പറഞ്ഞത് വിശ്വസിച്ച് നമ്മളതങ്ങ് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഈ പറയുന്ന അതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നതിന്റെ കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ആദ്യം ഒരു വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ വിവാഹം
സജനയുടെ വീഡിയോയിൽ കണ്ടിട്ട് നമ്മൾ അറിഞ്ഞത് ഇദ്ദേഹം ആ പെൺകുട്ടീനെ വിവാഹം ചെയ്തിട്ട് അവരെ ഡിവോഴ്സ് ചെയ്തില്ല, ഡിവോഴ്സ് ചെയ്യാതെയാണ് ഈ പറയുന്ന സജനയെ വിവാഹം കഴിച്ചെന്നാണ് ഇവർ ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയല്ല സത്യം. എന്ന് വെച്ചാൽ ഈ മുസ്ലിംസിന്റെ രീതികളിൽ തന്നെ വിവാഹം കഴിക്കുന്നത് മഹൽ എന്ന് പറയുന്ന രീതിയുണ്ട് അത്ര. അപ്പൊ ആ രീതിയിൽ വിവാഹം കഴിച്ചപ്പോൾ അതാണ് അവർക്ക് ഇച്ചിരി, അതായത് പള്ളിയുടെ ഒരു ഇതിലായിട്ട് ഒരു കല്യാണം കഴിച്ചത്. അപ്പൊ ആ രീതിയിൽ കുറച്ചും കൂടി അതായത് ഇവർക്ക് നിയമത്തിനേക്കാളും കുറച്ചും കൂടി വാല്യുബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ മഹൽ എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിലാണ് വിവാഹം കഴിച്ചത്. അപ്പൊ അന്ന് ആ രീതിയിൽ അങ്ങ് സെപ്പറേറ്റഡ് ആയി മാറി. ഇപ്പോൾ അവര് മറ്റൊരു കുടുംബജീവിതം നയിക്കണേണ് എന്നാണ് നമ്മൾ ഇതിൽ കൂടി ഫിറോസ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യം ഇദ്ദേഹത്തിന് തെറ്റിദ്ധരിച്ചിരുന്നു, ഫിറോസ് ആദ്യ വിവാഹത്തിൽ ഡിവോഴ്സ് ചെയ്തില്ല എന്നുള്ളൊരു കാര്യത്തിൽ ക്ലാരിഫൈ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം എടുത്ത് പറഞ്ഞത്. അതിഗംഭീരമായിട്ടുള്ള സജനയുടെ സ്റ്റോറിയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. കാരണം നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല അത്. അത് നമ്മളിങ്ങനെ ഞാനിപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. കാരണം 1, 2 അല്ലേ, കുറേ ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആ സ്റ്റോറി അങ്ങ് പറഞ്ഞേക്കാം. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പറയണം. എന്റെ ചാനൽ എന്തായാലും ഞാൻ പറയണം. എന്താന്ന് വെച്ചാൽ ഞാൻ ഫിറോസ് എന്ന വ്യക്തിയെ ഞാൻ അത്ര മോശമായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. സജനയുടെ ഒരു സങ്കടത്തിന്റെയും കണ്ണീരിന്റെയും കണ്ടപ്പോൾ ഞാനും സജനനെ വിശ്വസിച്ചിരുന്നു. ആദ്യം എനിക്ക് ഇവരെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം അവരുടെ ലാസ്റ്റ് ഇട്ട ഒരു വീഡിയോയിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ വന്ന് പറഞ്ഞത്. പക്ഷെ എന്റെ ആ തെറ്റ് എനിക്ക് തിരുത്തണം. അതുകൊണ്ട് തന്നെ സജനയുടെ കാര്യങ്ങൾ പറയാനാണ്. സജന, അതായത് ഫിറോസ് 3 വർഷം ആദ്യ ഭാര്യയോട് ജീവിച്ചു. അതിനിടയ്ക്ക് അവർക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. അതിന് പിന്നെ ഇവർ സെപ്പറേറ്റഡ് ആവുന്നു. ഇവരെന്തോ കാര്യങ്ങൾ പ്രകാരം സെപ്പറേറ്റഡ് ആയിട്ട് ഇവർ മാറുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഫേസ്ബുക്ക് വഴി ഈ പറയുന്ന സജനനെ ഫിറോസ് പരിചയപ്പെട്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയാസ് എന്ന് പറഞ്ഞൊരു ആളുണ്ട്. ഇവരുടെ വീടിനടുത്തുള്ള തന്നെയാണ്. ഫിറോസിന്റെയും ഈ സജനയുടെയും വീട് തമ്മിൽ 5 കിലോമീറ്റേഴ്സ് എന്തോ ദൂരമുള്ളൂ. അപ്പൊ അങ്ങനെ ആണ് ഫിറോസും സജനയും തമ്മിൽ പരിചയപ്പെടുന്നത്. അപ്പൊ നിയാസ് എന്ന് പറയുന്ന സജനയുടെ ഈ പറയുന്ന ഫിറോസിന്റെ മ്യൂച്വൽ ആയിട്ടൊരു കൂട്ടുകാരനുണ്ട് വീടിനടുത്തുള്ള തന്നെ. അപ്പൊ അദ്ദേഹത്തിനോടാണ് ആദ്യം അഭിപ്രായം ചോദിക്കുമ്പോൾ ആ ചെറുക്കൻ പറയും നല്ലതാണെന്നൊക്കെ പറയും, നല്ല പെങ്കൊച്ചാണെന്നൊക്കെ പറയും. പിന്നീട് ഇവര് സംസാരിച്ച് ഇവര് ഇഷ്ടത്തിലാവുന്നുണ്ട്. അന്നേരത്തേക്ക് പറയുന്നുണ്ട് അഭിനയം എന്നൊരു മോഹത്തിനെ കുറിച്ച് സജന ഫിറോസിനോട് ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ആ സമയത്ത് ഈ പറയുന്ന സജന ഒരു കമ്പനിയിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യണേണ്. അന്നേരത്തേക്കാണ് ഈ സജനയുടെ സ്റ്റോറി അങ്ങ് പറയുന്നത്. ഒരു 17ാമത്തെ വയസ്സിൽ ഒരാൾ വിവാഹം കഴിച്ചത്, അന്യമതക്കാരനായ ഒരാൾ വിവാഹം കഴിക്കും. പിന്നെ അദ്ദേഹം ഇവരെ ഉപദ്രവിക്കുമായിരുന്നെന്നും, പിന്നെ എന്ന് വെച്ചാൽ മദ്യപിച്ചിട്ട് വന്നിട്ട് അതിനകത്ത് സജനയ്ക്കൊരു കുഞ്ഞുണ്ട്. ആ ഫസ്റ്റത്തെ റിലേഷനിൽ ആ കുഞ്ഞിനെ എടുത്തിട്ട് കിണറ്റിലെറിയാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫിറോസിന്റെ മനം കീഴടക്കുകയാണ് സജന. അങ്ങനെ പിന്നീട് സജനയും ഫിറോസും തമ്മിൽ വിവാഹം കഴിക്കാനുള്ളൊരു ഘട്ടത്തിലോട്ടൊക്കെ എത്തുകയാണ്. അപ്പൊ അങ്ങനെ അപ്പൊ അതിനു മുൻപ് തന്നെ നിയാസിനോട് ഫോൺ വിളിച്ചിട്ട് സജനയെ കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ആ കുട്ടി, അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാം എന്നുള്ള രീതിയിലൊക്കെ സജനയെ കുറിച്ചുള്ള അഭിപ്രായം നിയാസിനോട് ഫിറോസ് ചോദിക്കുന്നത്. എന്നിട്ട് ഫോൺ കട്ടാക്കുന്നു. പിന്നെ അതായത് നിയാസ് എന്ന് പറഞ്ഞ ചെറുക്കൻ ഫോൺ കട്ടാക്കിയിട്ട് പിന്നീട് വിളിച്ചിട്ടാണ് പറയണത് നല്ല പെൺകുട്ടിയാണ് എന്നൊക്കെ പറയണത്. ഇനിയാണ് നമ്മൾ യഥാർത്ഥ കഥകളിലോട്ടൊക്കെ പോകാൻ വേണ്ടി പോകുന്നത്. പിന്നീട് ഇവരൊരു ഫ്ലാറ്റിലോട്ട്, അത് വിവാഹം കഴിയുമ്പോഴത്തേക്കും ഇവരൊരു ഫ്ലാറ്റിലോട്ട് താമസം മാറുകയാണ്. അന്നേരത്തെ ഒരു ദിവസം ആണെങ്കിൽ എന്തോ ഒരു ആവശ്യത്തിന്റെ ഒരു പ്രകാരം ഈ പറയുന്ന ഫിറോസ് സജനയുടെ ഫോൺ ചെക്ക് ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് നിയാസുമായിട്ടുള്ള ചാറ്റ് കാണുന്നു. ആ ചാറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൾഗാരിറ്റി ഉള്ള ചാറ്റാണ് ഈ ഫിറോസ് കാണുന്നത്. ഫിറോസ് അപ്പം എന്നിട്ട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നീട് നിയാസിനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴത്തേക്കും പിന്നെ അറിയുന്നത് സജനയും നിയാസും തമ്മിൽ അടുപ്പത്തിലായിരുന്നെന്നും, കാരണം നല്ല ക്ലോസ് റിലേഷനായിരുന്നു, വീട്ടിലൊക്കെ എപ്പോഴും ചെല്ലുന്ന ഒരു വ്യക്തിയായിരുന്നുള്ള കാര്യമൊക്കെ പറയണത്. പിന്നീട് നിയാസിനോടാണല്ലോ വിവാഹത്തിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കണം. അപ്പൊ നിയാസ് ഇത് സജനയുടെ വീട്ടിൽ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും സജനയുടെ വീട്ടുകാർ അന്നേരം പറഞ്ഞാൽ അവൾക്ക് നല്ലൊരു ബന്ധം കിട്ടട്ടെ, നീ അതും ഇതും പറഞ്ഞിട്ട് ഈ ബന്ധം കളയരുത് എന്ന രീതിയിൽ നിയാസിനോട് സജനയുടെ വീട്ടുകാർ സംസാരിക്കുന്നു. പിന്നെ അങ്ങനെയാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടും ഇവർ തമ്മിലുള്ള ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ ഉണ്ട്. ആ ചാറ്റിംഗ് ആണ് ഈ ഫിറോസ് കാണുന്നത്. അന്നേരം ഫിറോസ് എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് നിർത്താം, അന്നേരം കുഞ്ഞൊന്നും ആയിട്ടില്ല ഇവർക്ക്, നമുക്ക് ഇവിടെ വെച്ച് ബന്ധം നിർത്താം എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പൊ സജിന അങ്ങോട്ട് കിടന്ന് കരയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അയ്യോ ഉപേക്ഷിച്ച് പോവല്ലിക്കാന്നൊക്കെ പറഞ്ഞിട്ട് സജിന. അപ്പൊ പിന്നീട് ഫിറോസ് അതിന് ക്ഷമിക്കുകയാണ്. ഫസ്റ്റ് ചാൻസ് അല്ലേ, അപ്പൊ അത് ക്ഷമിക്കുമല്ലോ അറിയാലോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. വെച്ചാൽ ഇവരിപ്പോ ഫ്ലാറ്റിലാണോ താമസിക്കുന്നത്. ആ ഫ്ലാറ്റില് അതിന് ഓപ്പോസിറ്റ് വേറൊരു ഫാമിലി. അവിടെ ഒരു ഫ്ലാറ്റില് ഒരു ഡയറക്ടർ ഉണ്ട്. അതിന്റെ പേര് പറയണത് ഷാനി ഐരൂര് എന്ന് പറയണത്. അദ്ദേഹമായിട്ട് പ്രണയത്തിലാകുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് അഭിനയമോഹം കൊണ്ടുപോകുകയാണ്. അത് സജിന ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന്. അപ്പൊ അഭിനയമോഹത്തിലാൽ ഈ ഷാനി ഐരൂരിന്റെ കൂടെ പോകുന്നു. അപ്പൊ എന്നിട്ട് ഈ ഒരാഴ്ചയൊക്കെ ഈ ആൽബം സോങ്സ് ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പോയിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ ശേഷമായിരിക്കും തിരിച്ചു വരണത്. അപ്പൊ അങ്ങനെ ഷാനി ഐരൂരിന്റെ കൂടുന്ന പിന്നെ അയാളായിട്ട് പ്രണയത്തിലാകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഡയറക്ടറാണ് ആരംഭത്തിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിയുമ്പോഴത്തേന് ഒരു പ്രൊഡ്യൂസറായിട്ട് ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ടൊരു ക്ലാരിഫൈ കിട്ടും. കാരണം അവരുടെ പിക്ചർ അടക്കം ഈ പറയുന്ന ഫിറോസ് വെക്കുന്നുണ്ട്. പക്ഷെ നമ്മള് അതുകൂടി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലാഗായിപ്പോ. അപ്പൊ ഏറ്റവും നല്ല നിങ്ങൾ അവരുടെ വീഡിയോയിൽ പോയി കാണുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് അത്ര പിക്ചറൊക്കെ വെച്ച് കാണുന്നതിൽ ആ വീഡിയോ പോയി കാണുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോ ഒരു ഫുള്ളായിട്ടൊരു സംഭവം പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോണേ കേട്ടോ. അടുത്തത് ആ ആൽബത്തിന്റെ പ്രൊഡ്യൂസർ, അദ്ദേഹത്തിന്റെ പേര് നജീം കല്ലറ എന്ന് പറയാം. അയാളുമായിട്ടും ഈ പറയുന്ന സജന റിലേഷൻ ആവുന്നു. എന്താല്ലേ എന്നിട്ട് എന്താ ചെയ്യണത്, ഇയാളുടെ കൂടെ ഒളിച്ചോടുന്നു. ഈ സമയത്ത് സജനയ്ക്ക് കുഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇയാളുടെ കൂടെ ഒളിച്ചോടണേ. എന്നിട്ട് വീണ്ടും പിന്നെ ഇയാളുടെ കൂടെ ഒളിച്ചോടുന്നു. എന്നിട്ടാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു എഗ്രിമെന്റ് വീഡിയോ, ആ വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ വെക്കാം. ഞാൻ എന്നിട്ട് സജിനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ അന്നേരം ഈ നജീബിനെ വിളിക്കുന്നുണ്ട് പല പ്രാവശ്യങ്ങളിൽ. അപ്പോൾ ഇവർ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ലീഗലി പോകാതിരിക്കാൻ വേണ്ടി ഒരു വിചിത്രമായ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി അത് വീഡിയോ എടുത്തിട്ട് എനിക്ക് ആ വീഡിയോ ഇട്ട് തന്നു. 8 വർഷങ്ങൾക്ക് മുന്നേ അയച്ച ആ വീഡിയോ ആണ്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴത് ഐക്ലൗഡിലുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കണം. എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടെങ്കിൽ ഫിറോസിനോട് ജീവിക്കാൻ വട്ടോട്ട. എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എന്റെ ലൈഫിൽ നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും അവൻ സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് അവനത് പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും. അതായത് നിൻ്റെ ഇഷ്ടപ്രകാരമാണോ ഇത് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സേഫ് ആവുള്ള ഒരു എഗ്രിമെൻ്റാണ് തയ്യാറാക്കിയത്. അങ്ങനെ ഞാൻ പക്ഷേ എനിക്ക് ആ സമയത്ത് ഇവിടെ അടുത്ത് തെറ്റുമൊക്കെ ചെയ്യുന്നെങ്കിലും ഞാൻ ഇവിടെ കൂടെ ചേർക്കണം. കാരണം എനിക്ക് അത്രമാത്രം ഒരു വേദനയോട് കൂടിയാണെന്നെങ്കിലും നമ്മൾ അവരെ ചേർത്ത് നിർത്തും. കുറച്ച് പേരെങ്കിലും അങ്ങനെ ഉണ്ടാകും. ഇപ്പോൾ ഈ കാണുന്ന നിങ്ങളിൽ തന്നെ ചിലരെ എന്നെ ഒരുപക്ഷെ ഇവൻ എന്തിനും ഒന്നയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു അനുഭവം വന്നപ്പോഴത്തേക്ക് കളഞ്ഞൂടെ എന്ന് ചോദിക്കാം. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും എൻ്റെ ഫീലിങ്സ് മനസ്സിലാവും. നമ്മൾ അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞാലും അവർ തെറ്റ് ചെയ്താലും അവരെ കളയാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ അറ്റാച്ചായി, പ്രത്യേകിച്ച് കുഞ്ഞും കൂടി ഉണ്ടായതുകൊണ്ട്. അങ്ങനെ 3 മാസം അവർ ജീവിച്ചിട്ട് ലാസ്റ്റ് അവനൊരു ഫ്രോഡാണെന്നുള്ളത്. കാരണം അവൻ വണ്ടിയുടെ പരിപാടിയിൽ അതായത് റെന്റ് വണ്ടി. അതെ, ചിലരൊക്കെ അങ്ങനെയാണ്. എനിക്കും ഞാൻ ഒരിക്കലും സ്ത്രീകള് പണ്ടൊക്കെ ഞാൻ ഓരോരുത്തരെ വായിൽ നിന്ന് കേൾക്കുമായിരുന്നു. ഇങ്ങനെ ഓരോ സ്ത്രീകളുടെ കഥകളൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ അതൊന്നും വിശ്വസിക്കില്ലായിരുന്നേ. പക്ഷെ ഇത്രയും എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ ഞാൻ ഓരോരുത്തരുടെ അനുഭവം കണ്ടപ്പോഴത്തേനും ഇപ്പൊ എനിക്കത് വിശ്വാസമായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തില്ല ഓരോരുത്തരുടെ ഫാമിലിയിലെ എക്സ്പീരിയൻസ്. നമ്മുടെ കൺമുന്നിൽ കാണാൻ നേരത്തെ നമുക്കത് വിശ്വസിക്കാതിരിക്കാൻ സാധിക്കില്ല. ഞാൻ അങ്ങനെ ഒരു കൺമുന്നിൽ കണ്ട ഒരു കഥയുണ്ട്. അതെനിക്കെന്ന് പറയാ ഇതേപോലത്തെ എന്താണ് ഇവരുടെ പേര്, സജന. ഈ സജനയുടെ പോലെ തന്നെ ഒരു ക്യാരക്ടറായിട്ട് ഒരു സ്ത്രീ, അതായത് ഈ ഫിറോസ് എക്സാമ്പിൾ ആയിട്ടൊരു ഭർത്താവ്. പക്ഷെ ഇതില് ഫിറോസിന് പിന്നെയും രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ട കഥയിലെ ഭർത്താവ് ഇപ്പോഴും ഒരു ഉണ്ണാക്കനായിട്ട് അവരുടെ കൂടെ തന്നെ നിൽക്കുവാണ്. അത് ഇപ്പൊ എത്ര വലിയ സ്നേഹം എന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള ഒരു കൂടെ ഒന്നും ജീവിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കണ്ടവന്മാരുടെ കൂടെ പോയി കിടന്നിട്ട് എങ്ങനെയാണ് വീണ്ടും വേറൊരുത്തന്റെ കൂടെ കിടന്ന ഒരു പെണ്ണിനെ നമ്മുടെ കൂടെ വന്ന് കിടക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുവോ?
എനിക്ക് അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയത്തില്ല. ഇപ്പൊ എന്റെ ഭർത്താവാണെങ്കിൽ പോലും അങ്ങനെ ഒരു ഒരു റിലേഷനായപ്പോ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും, സീരിയസ്ലി പറയണ കാര്യം. സോ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ റിലേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് ബ്രേക്കപ്പ് ആക്കുക, എന്നിട്ട് ഡിവോഴ്സ് ആയിട്ട് മാന്യമായിട്ട് ഡിവോഴ്സ് ആയിട്ട് അങ്ങ് അങ്ങ് സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെയുള്ള ഈ ചീത്ത ആം, ആൾക്കാരുടെ കൂടെയൊക്കെ ജീവിക്കുന്ന എന്തിനാ? വെറുതെ നമ്മുടെ ലൈഫ് സ്പോയിൽ ആവാനായിട്ടും. നമുക്കൊരു സന്തോഷം ഉണ്ടാവോ? നമുക്കൊരു സമാധാനം ഉണ്ടാവും? നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സമാധാനത്തോടെ പോയി ഇരിക്കാൻ പറ്റും? നമ്മുടെ ലൈഫ് എത്രമാത്രം ബോറായിരിക്കും, എത്രമാത്രം വികൃതമായിരിക്കും നമ്മുടെ ലൈഫ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങളുടെയൊക്കെ ലൈഫിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ റിലേഷൻ അവിടെ കളഞ്ഞിട്ട്, അതായത് അവര് നമ്മൾ ഇന്ന് എൻ്റെ അടുത്ത് ഒരാൾ പറയണേ എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയാളോട് പറയാം എനിക്ക് നിന്നെ ഇന്നലെ വേണ്ടായിരുന്നു തന്നെ ഞാൻ പറയും. ഞാൻ അങ്ങനത്തെ ആളാ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ആ സ്പോട്ടിൽ ഞാൻ അവരുടെ കാലും പിടിച്ചൊന്നും പോകില്ല. ഏഹ് നമുക്ക് അറിവില്ലാത്ത പക്വതയില്ലാത്ത പ്രായത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ കാണിച്ചെന്നൊക്കെ വരുമായിരിക്കാം. പക്ഷെ നമുക്ക് ഇത്രയും അറിവായിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുക. അതാ പറയാൻ നമ്മൾ നമ്മളോടുള്ള ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടല്ലോ, ആ റെസ്പെക്റ്റിനെയാണ് നമ്മൾ ഇല്ലാതാക്കുക. അതുകൊണ്ട് ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ ദയവ് ഇത് അങ്ങനെ റിലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് നിർത്തുക. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് ഏതെങ്കിലും മരണത്തിലായിരിക്കും, എന്തെങ്കിലും ഒരാളുടെ മരണത്തിലായിരിക്കും അത് അവസാനിക്കുന്നത്. ഈ ദാമ്പത്യ ബന്ധം എന്തിനാ വെറുതെ അത് പിന്നീട് മറ്റുള്ളവർക്ക് പറഞ്ഞ് ചിരിക്കാനും പറഞ്ഞ് സംസാരിക്കാനൊക്കെ ഒരു കഥയാക്കുന്നുള്ളൂ. ബാക്കിയുള്ള മാതൃകാ ദമ്പതികൾ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടാവുമല്ലോ, ബാക്കിയുള്ള ദമ്പതികൾക്ക് ഒരു പിന്നീട് ഒരു ഫാമിലി ലൈഫിലോട്ട് പോകുന്ന നേരത്തെ ഒരു പേടിയായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ റിലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അവര് പിന്നെ നമ്മൾ ഒന്നിനോ രണ്ടിനോ ഒന്നും നിൽക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അത് അങ്ങ് അവിടെ വെച്ച് അങ്ങ് ബ്രേക്കപ്പ് ചെയ്ത് അങ്ങ് പോവുക, സെപ്പറേറ്റ് ആയി ജീവിക്കുക. അതാണ് വേണ്ടത്, അതാണ് അന്തസ്. പിന്നീട് ഈ പറയുന്ന ഈ സജന വീണ്ടും ഫിറോസിന്റെ അടുത്തേക്ക് അത് തിരിച്ചു വരുന്നുണ്ട്. 3 മാസത്തിന് ശേഷം വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിലൊരു സംഗതികളൊക്കെ പറയുന്നുണ്ട്, അതും നിങ്ങളൊന്ന് പോയി കേൾക്കുക. എല്ലാം കൂടി ഞാനിവിടെ വെച്ചിട്ട് കാര്യമില്ല. പിന്നീട് സജനയുടെ ബന്ധം വന്നത് ആരായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു RS വിമലായിട്ടാണ്. അതും ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെയും കൂടെ കുറെ നാള് പ്രേമിച്ച് നടക്കുന്നു. പിന്നെയാണ് ഇതിനിടെയാണ് സജന ലക്ഷ്മി ജയൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനെ കണ്ടുപിടിക്കുന്നത്, എന്ന് വെച്ചാൽ പരിചയപ്പെടുന്നത്. പിന്നെ അവരും ഈ സജനയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേപോലത്തെ ക്യാരക്ടർ. ഇതുപോലെ ഇങ്ങനെ പല റിലേഷൻഷിപ്പ് ഇങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് നടക്കുന്ന ഒരു സ്ത്രീയാണ് ഈ ലക്ഷ്മി ജയൻ എന്ന് പറയുന്നത്. ഈ ലക്ഷ്മി ജയൻ വഴി അടുത്തൊരാളായിട്ട് ബന്ധപ്പെടുകയാണ്. അയാളുടെ പേരാണ് മാനു എന്ന് പറയും. അയാളായിട്ട് കുറെ നാൾ സജന പ്രണയത്തിലാകുന്നു. പിന്നെ അതും ബ്രേക്കപ്പ് ആകുന്നു. ഇങ്ങനെ കഥ അങ്ങ് കിടക്കുവാണ്. ഇതിപ്പം നമ്മളെ ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് പാർട്ടിലെ കഥയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സെക്കൻഡ് പാർട്ട് കിടപ്പുണ്ട്, തേർഡ് പാർട്ട് കിടക്കുന്നുണ്ട്, അങ്ങനെ ഓരോ പാർട്ടായിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, എന്റെ പൊന്നു സജന, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല, എന്നാലും പറയും, നിങ്ങൾ എന്ത് വൃത്തികേടാണ് ഈ കാണിക്കുന്നത്? എന്ത് വൃത്തികേട്! നിങ്ങൾക്ക് പറയേണ്ട വേർഡ്സ് ഒക്കെ വേറെയാണ്. നിങ്ങളെപ്പോലുള്ളവരാണ് സത്യം പറഞ്ഞ സ്ത്രീകൾക്ക് അപമാനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? നിങ്ങളുടെ മക്കളെ കുറിച്ചൊന്നും നിങ്ങൾക്ക് ചിന്തയില്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസം വന്ന് ഘോരം വന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, എന്റെ മക്കളാണല്ലോ. നിങ്ങളൊരു ചെറിയൊരു ബൈറ്റ് ഞാൻ കണ്ടായിരുന്നു, എന്റെ മക്കളെ ഇട്ടിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല, എന്റെ മക്കളാണ് എനിക്ക് എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ മീഡിയാസിന് മുമ്പിൽ വന്ന് പച്ച കള്ളത്തരം പറയാനായിട്ട്? നിങ്ങൾക്ക് ഒരു നാണം ഉളുപ്പില്ലേ? നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ അതങ്ങ് മുതലെടുക്കണം. ദൈവം തന്ന ഒരു സൗന്ദര്യമാണ് നിങ്ങൾക്ക്, കാണാൻ സുന്ദരിയൊക്കെ തന്നെ നിങ്ങൾ. ആ സൗന്ദര്യത്തെ നിങ്ങൾ ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞ് ഇങ്ങനെ വികൃതമാക്കി നിങ്ങളുടെ ശരീരത്തിന് പട്ടിയുടെ വില പോലും ഇല്ലാതാക്കി കളയാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. എന്തായാലും വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ 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 മോശം. ഒരു സ്ത്രീയും ഇവരെ പോലെ കണ്ട് പഠിക്കരുത് എന്നേ ഞാൻ പറയാനുള്ളൂ. അഥവാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വല്ല ഡോക്ടറിനെ കണ്ടിട്ട് പോയി കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ഈ രോഗം മാറ്റാൻ നോക്കുക. നിങ്ങൾക്ക് വല്ല അഡിക്ഷൻ ഉണ്ടെങ്കിലും. എന്താണത്? എന്തൊരു മ്ലേച്ഛത ഇതായിട്ടുള്ളൊരു ഇതാണ്. നമുക്കത് ആലോചിക്കാനും വയ്യ. ഇതിന് നമുക്ക് നെക്സ്റ്റ് അടുത്ത പാർട്ടായിട്ടായിരിക്കും ഞാൻ ഇടുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒറ്റടി കാണുമ്പോൾ നിങ്ങൾക്ക് കാണണം മടുക്കും. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളതുകൂടി നമുക്ക് ഇതിന്റെ പുറകെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. ടു ബി കണ്ടിന്യൂ.